ജപ്തി ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ. ഒരു വീട് ജപ്തി ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഏതോ ഒരു പ്രോപ്പർട്ടി, നിങ്ങൾ വീടാവാം, മറ്റേതെങ്കിലും പുരയിടങ്ങളാവാം, വേറെ ഏതെങ്കിലും കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവാം. ഇതെല്ലാം വച്ചുകൊണ്ട് സാധാരണ പൊതുജനങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ഈട് വച്ച് ഒരു ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ജപ്തിയുടെ നിയമങ്ങളാണ്. എല്ലാ ബാങ്കിനും എല്ലാ ഇടപാടുകാരുടെയും വീടുകൾ പെട്ടെന്നൊന്നും ജപ്തി ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. സർഫാസി റൂൾ എന്ന് പറയും. അത് ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. അതായത് ഒരു പ്രോപ്പർട്ടി ഈട് വച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അറ്റ് ദ സെയിം ടൈം എല്ലാ ഗഡുക്കൾ ഓരോ മാസം അടയ്ക്കുന്ന ഗഡുക്കൾ ഉണ്ടല്ലോ, എല്ലാം കൃത്യമായി തന്നെ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയും അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ റീപേയിങ് 80% ഓഫ് ദ ടോട്ടൽ എമൗണ്ട്, 10 ലക്ഷം രൂപ ആണ് ലോൺ എടുത്തത്, അതിൽ 8 ലക്ഷം രൂപയും നിങ്ങൾ അടച്ചു തീർത്തു. ഇനി അടയ്ക്കാനുള്ളത് ബാക്കി 2 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും. അതായത് ആകെയുള്ള ലോണിൻ്റെ 20% താഴെയാണ് നിങ്ങൾ ഇനി അടയ്ക്കാനുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? 80% അടച്ചു കഴിഞ്ഞു. ലോണിൻ്റെ 80% നിങ്ങൾ ബാധ്യത തീർത്തു കഴിഞ്ഞു. ഇനി അടയ്ക്കാനുള്ളത് 20% താഴെയും അതിൻ്റെ പലിശയും കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകൾക്ക് സർഫാസി നിയമം അനുസരിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി ജപ്തി ചെയ്യാനുള്ള അധികാരമില്ല, അവകാശമില്ല. മനസ്സിലാക്കിക്കൊള്ളുക.